നീ ആ സവാളയൊക്കെ ഒന്ന് പൊളിച്ചു വെക്കും. എത്ര കിലോ ചുമന്നോട്ട് വരും? 2 കിലോ കാണും. 1.5 കിലോ ഒന്നര തിന്നും, 1/2 കിലോ നമുക്ക് തരും. അതാ രീതി. പിന്നെ എല്ലാം അരിഞ്ഞൂട്ടി വെച്ചാ മതി, അവൻ വെച്ചുണ്ടായിക്കോളും. ശരി സാർ. തോമാസ് പോത്ത് കൊണ്ടുവരും. അവിടെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുക. രേവതിയെ പ്രശാന്തിന് മാലിനിയെ നേരത്തെ അറിയൂ? ഒന്നുമില്ല. ഇവന് വല്ല പാട്ടൊക്കെ പാടി ജീവിച്ചൂടെ? മോൻ എഞ്ചിനീയർ ആവുക എന്നത് ആ അച്ഛന്റെ ആഗ്രഹമാണ്. സത്യം പറയാലോ സച്ചി, ആ വീട്ടിൽ നിന്നപ്പോ എനിക്ക് വല്ലാതെ ജീവിതം ഫീൽ ചെയ്തടാ. ആ അമ്മ ഉണ്ടാക്കി തന്ന അത്താഴം, എന്റെ ഗുരുവായൂരപ്പ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നടാ. മൺചട്ടിക്കകത്ത് ആ മീൻ കറിയൊക്കെ വയ്ക്കുന്നത് കണ്ടപ്പോ ആദ്യം എനിക്കൊരു വല്ലായ്മ തോന്നി. പക്ഷെ അതിന്റെ മണം മൂക്കിലടിച്ചപ്പോ ആ അമ്മ സ്നേഹവും കരുതലും ചേർത്താ പാചകം ചെയ്യുന്നത്. അമ്മയ്ക്ക് രുചി എന്നൊരർത്ഥമുണ്ട്. അമ്മ എനിക്ക് അനുഭവമില്ലാത്തൊരു വാക്കാ. എന്റെ അമ്മ വെറും പാവ. വീടിന്റെ ഉമ്മറത്ത് നിലവിളക്ക് പോലെ തെളിഞ്ഞു കത്തും അവരെ. ഒരിക്കൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും. അമ്മയെ കാണാനോ? അമ്മയെ കാണാൻ, വീട് കാണാൻ. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിലുള്ള ഒരു കാര്യം തുറന്നു പറയാൻ പോവാ. ഐ ലവ് യു എന്നാണോ? എങ്ങനെ മനസ്സിലായി? കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നെ കാണുമ്പോഴുള്ള നിന്റെ വിയർപ്പും പരിഭ്രമവും ഒക്കെ. സത്യമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അമ്മച്ചിയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ നിസ്സാര കാര്യത്തിനൊക്കെ അമ്മയെ കൊണ്ട് ആണയിടുന്നു. അയ്യേ, നിസ്സാരല്ലടി, നിന്നാണ് നേര്. ആണോ? പക്ഷേ എനിക്ക് അങ്ങോട്ടത് ഫീൽ ചെയ്യുന്നില്ല. അതെ, നീ കരാട്ടെയൊക്കെ പഠിച്ചതിന്റെ കുഴപ്പം. സത്യമായിട്ട് എനിക്ക് നിന്നോട് പ്രേമമാടി. നിന്നെ കണ്ടിട്ടേ ഒരു ഉശിര് പോരാ, ഒരുമാതിരി കപ്പ പഴം പോലെ. ആണുങ്ങളായാലേ സിക്സ് പാക്ക് ഒക്കെ നല്ല ഉശിരായിട്ടിരിക്കണ്ടേ? ഞാൻ നല്ല ബോൾഡാടി. അച്ഛനാണ്. ആണോ? എങ്കിലേ എന്നെ നിനക്ക് പഞ്ച പിടിച്ച് തോൽപ്പിക്കാമോ? പിന്നെ ഗുസ്തി പിടിക്കാനല്ല ഞാൻ നിന്നെ പ്രണയിക്കുന്നത്. വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ഗുസ്തിയാണ്. എടി, നീ എന്നെ പ്രണയിക്കാനായി ഞാൻ ഒത്തിരി നേർച്ചകൾ നേർന്നിരിക്കുക. ചെട്ടികുളങ്ങര അമ്മയ്ക്ക് അൻപൊലി, അമ്പലപ്പുഴ കണ്ണന് മുഴക്കാപ്പ്, കണ്ടിയൂരപ്പന് ശയന പ്രദക്ഷിണം, പിന്നെ ഗീവർഗീസ് പുണ്യാളന്റെ കുർബാന, അങ്ങനെ പല വഴിക്ക് പിടിച്ചേക്കുക. ഇവരാരും നിന്റെ മനസ്സിൽ ഒന്നും തോന്നിച്ചില്ലേ? ഇല്ല, അതിന് അവരാരും അല്ലല്ലോ എന്നെ സ്നേഹിക്കുന്നത്, നീയല്ലേ. കൂടോത്രം വല്ലത് ചെയ്തോടാ? ഇതൊന്നും ഫലിച്ചില്ലെങ്കിൽ ആ വഴിക്ക് ശ്രമിക്കും. കൂടോത്രം ചെയ്താലോ നേരത്തെ നേർന്നാലോ ഒരു പെണ്ണിന് പ്രേമം തോന്നൂ. പിന്നെ നീ പ്രസാദിക്കാൻ ഞാൻ എന്തോ ചെയ്യണം? എന്റെ കണ്ണിൽ നോക്കി ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞേ. പറയട്ടെ? കണ്ണിൽ നോക്കി മനസ്സിൽ തൊടുന്ന രീതിയിൽ പറയണം. ഈശ്വര, ഇമ വെട്ടരുത്. ഐ ലവ് യു. അയ്യേ, ഇങ്ങനെയാണോടാ? നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. അത് കേൾക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ രോമമൊക്കെ എഴുന്നേറ്റ് വരണം. എങ്കിൽ ഞാൻ പറയട്ടെ? പറയടാ, ആരെങ്കിലും വരുന്നതിനും പറ. ഐ ലവ് യു. ഇത് കക്കൂസിലിരിക്കുമ്പോൾ മുഖം പോലാണല്ലോ നിന്റെ മുഖം. ഒരു പെണ്ണിനോട് ഐ ലവ് യു പറയുമ്പോഴെങ്കിലും ഒന്ന് പ്ലീസിങ് ആയിക്കൂടെ? അത് ഈ ടെൻഷൻ കൊണ്ടാടി. ആണോ? എങ്കിലേ ഒരവസരം കൂടി തരാം. എന്റെ കണ്ണിൽ നോക്കി മനസ്സിൽ തൊടുന്ന രീതിയിൽ ഐ ലവ് യു എന്ന് പറ. മാളവിക, ഈശ്വരനാണ് സത്യം. ഞാൻ നിന്നെ വല്ലാതെ വല്ലാതെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെടുന്നു. ഐ ലവ് യു. നിന്നോട് മലയാളത്തിൽ മനസ്സിലാകുന്ന ഭാഷയിലല്ലേ പറഞ്ഞത്? ഇത് വേണ്ടെന്ന്. തോമസ്, നീ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതാണ് സംസാരിക്കുന്നത്. എന്ത് മാനസികാവസ്ഥ? ഈ വീട്ടിലോട്ട് കടന്നു വന്നപ്പോ ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞ എന്താ? എന്റെ 3 പെൺമക്കൾക്ക് നിങ്ങൾ ആങ്ങളമാരായിരിക്കും. അതൊക്കെ തലകുലുക്കി സമ്മതിച്ചാണ് നമ്മള്. എന്നിട്ട് ഈ തെണ്ടിത്തരം കാണിക്കുന്നത് കൾച്ചറോർക്ക് ചേർന്നാണ്. എടാ, ചെറിയ ക്ലാസ്സിൽ വെച്ച് ഇന്ത്യ എന്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നും നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്ന് കരുതി നമ്മളാരും പ്രണയിക്കാറില്ലേ, കല്യാണം കഴിക്കാറില്ലേ? എടാ, ഒരു മര്യാദ കേടിനെ മഹത്തായ വാചകം വ്യാഖ്യാനിച്ച് ന്യായീകരിക്കരുത്. ഈ തമാശ ഇവിടെ അവസാനിപ്പിക്കണം. എനിക്കിത് തമാശയല്ല. എനിക്കവൾ സഹോദരിയാ.
എന്റെ പെങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നത് കണ്ടാലേ ഞാൻ ക്ഷമിക്കില്ല. പോടാ. തല്ലി ചാകാൻ പോവാ നാണം കേട്ടോമാരെ. എന്നേക്കാ വലുതാ, എന്റെ വാക്കിനേക്കാൾ വലുതാ ഇവിടുത്തെ പെണ്ണിനോടുള്ള പ്രേമം. മാളവികയുടെ അവര് പ്രേമമാണ്. പെങ്ങളായി കണ്ടവിടെ കരുതിയവിടെ മരണം വരെ അങ്ങനെ തന്നെ കാണണം. എന്റെ സൗഹൃദത്തേക്കാൾ വലുതാണോ ഇവൻ? അവള് ഒരു പെണ്ണിന് വേണ്ടി എന്നോട് തല്ലി ചാകാൻ പോകണം. നാണോ വിളിയടാ നിനക്കൊക്കെ? അവനെ എന്നെ അടിച്ചത് പോകണം ഞാൻ. എങ്കിൽ നീ എന്നെ തിരിച്ചടിച്ചു കൊല്ലണം. പ്രണയിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിലേക്കൊന്ന് പോകുന്നു. കാഞ്ഞിരപ്പള്ളിയിലുള്ള എൻ്റെ വീട്ടിലേക്ക്. നീ അവിടെ കൊണ്ടുപോയി എന്നെ കൊല്ലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? വേറെ ആരെ കൊന്നാലും നിന്നെ കൊല്ലരുത്. അതിനു വേണ്ടിയാ. പേടിക്കണ്ട, ഞാനാ വിളിക്കുന്നത്. നാളെ നമ്മൾ പുറപ്പെടുന്നു. കാവുണ്ട്, കാവിനകത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരാമോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ.